നമസ്കാരം. ഇന്ത്യയിൽ CPM നശിക്കുന്നു എന്ന വാർത്തകൾക്കിടയിൽ നാം കാണേണ്ട ചില ജനപ്രിയരായ CPM നേതാക്കൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. നമുക്കറിയാവുന്നത് കേരളത്തിലെയും ബംഗാളിലെയും ത്രിപുരയിലെയും നേതാക്കളെ മാത്രമാണ്. എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ CPMന് തുടർച്ചയായി ജയിക്കുന്ന പല ജനകീയ നേതാക്കളുമുണ്ട്. അതിൽ പ്രധാനിയാണ് ഒറീസയിൽ നിന്നുള്ള CPM നേതാവും MLAയുമായ ലക്ഷ്മൺ മുണ്ടെ. വലിയ ജനകീയ നേതാവാണ് ഇദ്ദേഹം. കഴിഞ്ഞ 3 തവണയായി ഒറീസയിൽ ബൊനായി അസംബ്ലി സീറ്റിൽ വിജയിച്ചു വരുന്ന നേതാവാണ് ഇദ്ദേഹം. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ബിജു ജനതാദളിലെ രഞ്ജിത്ത് കിഷനെ 12,000 മുകളിൽ വോട്ടുകൾക്കാണ് ഇദ്ദേഹം തോൽപ്പിച്ചത്. ഇപ്പോഴിതാ 4ാം തവണയും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന നാമനിർദ്ദേശ സമർപ്പണ റാലിയിലെ ജനബാഹുല്യവും തനത് കലാരൂപങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള നേതാക്കളെയാണ് ഇന്ന് ഇടതുപക്ഷത്തിന് ആവശ്യം. പാർട്ടിയിലെ ബലം മാത്രമല്ല ഇദ്ദേഹത്തിന്റെ വിജയരഹസ്യം, മറിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുമെന്നാണ് ലക്ഷ്മൺ മുണ്ടെയും മണ്ഡലത്തിലെ ജനങ്ങളും ആവേശത്തോടെ പറയുന്നത്. ഇതേപോലെ മറ്റൊരു നേതാവുള്ളത് രാജസ്ഥാനിലെ ആംറാറാം എന്ന നേതാവും ഒരേ മണ്ഡലത്തിൽ വർഷങ്ങളായി MLA ആയ ജനകീയ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ഇന്ത്യ മുന്നണിക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലുമാണ്. അതോടൊപ്പം മറ്റൊരു സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. താനെ എന്ന ജില്ലയിൽ പാർട്ടിക്ക് വലിയ സ്വാധീനവും നിരവധി പഞ്ചായത്തുകളിൽ ഭരണവുമുണ്ട്. ജനകീയ നേതാക്കളെ മുൻനിർത്തി കൂടുതൽ പാർട്ടിയെ പല സംസ്ഥാനങ്ങളിലും വളർത്തുക എന്നതാണ് CPM കേന്ദ്ര നേതൃത്വം ചെയ്യേണ്ടത്. മറിച്ച് ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം പ്രവർത്തിക്കാതെ ഒറീസ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ജനകീയ നേതാക്കളുടെ കൂടെ നിന്നുകൊണ്ട് പാർട്ടിയെ വളർത്തുകയുമാണ് ഇടതുപക്ഷവും CPMഉം ചെയ്യേണ്ടത്. എന്തായാലും CPM ഇന്ത്യയിൽ നശിച്ചു എന്ന് പറയുന്നവർക്ക് പല തെളിവുകളും ഇന്ത്യയുടെ പല കോണുകളിൽ നിന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ലക്ഷ്മൺ മുണ്ടെയെ പോലുള്ള നേതാക്കൾ ഇടതിന് വലിയ ആവേശം തന്നെയാണ്. ഇന്നലത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിലെ റാലിയിൽ കണ്ട ജനബാഹുല്യം, അതോടൊപ്പം ജനങ്ങളുടെ ആവേശവും ഈ നേതാവ് എത്ര വലിയ ജനകീയനും അവരുടെ ആവേശവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. 4ാം തവണയും അദ്ദേഹം നിയമസഭയിൽ എത്തുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ സ്വാധീനം മറ്റ് മണ്ഡലങ്ങളിലേക്കും പകർത്തുവാനും CPM ശ്രമിക്കേണ്ടതുണ്ട്.